എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീഹരി വിഷ്ണു. ഇന്ന് നമ്മളൊരു പുതിയ കറൻസിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മനോഹരമായ കറൻസി ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ ഗണപതിയുടെ ചിത്രം ആലേഖനം ചെയ്ത കറൻസിയാണ്. എങ്ങനെയാണ് ഗണപതിയുടെ ചിത്രം ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് എത്തിയതെന്നാണ് എന്നെ ആദ്യം കൗതുകപ്പെടുത്തിയ ആ ചോദ്യം. എങ്കിലും ഞാൻ ആ കറൻസിയെ പറ്റി കൂടുതലായി തേടി. എനിക്ക് ഒരെണ്ണം ലഭിച്ചു. ഞാൻ ഈ കറൻസി നിങ്ങൾക്കും പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ആ കറൻസി. 20,000 റുപ്യ എന്ന് ആലേഖനം ചെയ്തിരിക്കുന്ന ഇന്തോനേഷ്യയുടെ ഒരു കറൻസിയാണ് ഈ കറൻസി. ഈ കറൻസിയിൽ കി ഹജാർ ദേവാന്തര എന്നൊരു മഹത് വ്യക്തിയെ തൊട്ടിപ്പുറത്തായി നമ്മുടെ ഗണപതി ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു കറൻസിയാണ് നമ്മുടെ ഈ ഇന്തോനേഷ്യ പുറത്തിറക്കിയ ഈ കറൻസി. നമുക്ക് ഈ കറൻസിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയി കാണാം. നമുക്ക് ഈ കറൻസിയുടെ മുൻവശത്ത് നമ്മുടെ 20,000 എന്ന ഡിനോമിനേഷൻ, ബാങ്ക് ഓഫ് ഇന്തോനേഷ്യ എന്ന ആലേഖനം, നമ്മുടെ കി ഹജാർ ദേവാന്തര എന്ന മഹത് വ്യക്തി, നമ്മുടെ ഗണപതി ഭഗവാനെ ഒക്കെ കാണാൻ സാധിക്കും. ഇന്തോനേഷ്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം മാറ്റം കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു ഈ കി ഹജാർ ദേവാന്തര. അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നാണ് ഇന്തോനേഷ്യയിൽ അറിയപ്പെടുന്നത്. നമ്മുടെ കറൻസിയിൽ ഈ ഗണപതി ഭഗവാൻ വരാൻ കാര്യം ബുദ്ധിയുടെയും അറിവിന്റെയും വിഘ്നങ്ങൾ നീക്കുന്നതിന്റെയൊക്കെ ദേവതയായിട്ടാണ് ഇന്തോനേഷ്യക്കാർ ഈ ഗണപതി ഭഗവാനെ കാണുന്നത്. അപ്പോൾ കറൻസി തീം കൊടുത്തിരുന്നത് എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഗണപതി ഭഗവാനെ ഈ കറൻസിയിൽ ആലേഖനം ചെയ്യാൻ കാരണമായത്. ഈ കറൻസിയുടെ പുറകുവശം നമ്മൾ വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും അവ നിരീക്ഷിക്കുന്ന ഒരു അധ്യാപകനെയും ആ തീമിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുറകുവശത്തും ബാങ്ക് ഓഫ് ഇന്തോനേഷ്യയുടെ ആലേഖനവും 20,000 എന്ന ഡിനോമിനേഷൻ നമുക്ക് കാണാം. നമുക്ക് ഇന്ത്യയിൽ ഈ 20,000 എന്ന ഡിനോമിനേഷൻ ഒരു പുതുമയാണെങ്കിലും മറ്റു പല രാജ്യങ്ങളിലും ഇതുപോലെ ഹയർ ഡിനോമിനേഷൻസ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായി നമുക്ക് അവിടെ സെക്യൂരിറ്റി നമ്പരും മറ്റും കാണാൻ സാധിക്കും. നമ്മുടെ കറൻസിയിലെ ഈ ഗണപതി ഭഗവാനെ നമുക്ക് ഒന്ന് സൂം ചെയ്ത് ആദ്യമായി നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ കാണുന്നതാണ് ആ ഗണപതിയുടെ എൻലാർജ് ചെയ്ത വിഷ്വല്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഈ കറൻസിയുടെ വാട്ടർമാർക്കാണ്. ഈ വാട്ടർമാർക്കിൽ കാണുന്നത് നമ്മുടെ കി ഹജാർ ദേവാന്തര തന്നെയാണ്. ഇനി നമ്മൾ ഈ കറൻസിയെ അൾട്രാ വയലറ്റ് രശ്മികളിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. UV ലൈറ്റ് സെക്യൂരിറ്റി ഫീച്ചറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇപ്പോൾ UV ലൈറ്റിന്റെ അണ്ടറിൽ കാണുന്ന വിഷ്വലാണിത്. ഇതിൽ നമുക്ക് സെക്യൂരിറ്റി ത്രെഡുകളൊക്കെ നമുക്ക് കാണാം. ഇതിൽ പല ഭാഗങ്ങളും തിളങ്ങി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇത് UV ലൈറ്റിന്റെ അണ്ടറിൽ കാണുന്ന വിഷ്വലാണ്. ഇതിൽ നമുക്ക് ആ 20,000 എന്ന ഡിനോമിനേഷൻ പ്രത്യേകം എടുത്ത് എഴുതിയിരിക്കുന്നതായി കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ സെക്യൂരിറ്റി നമ്പറുകളൊക്കെ തിളങ്ങി നിൽക്കുന്നത് കാണാം. സാധാരണയായി നമ്മൾ ഇത് ഒറിജിനൽ ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കറൻസിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ഇനി ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കറൻസികളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.